നമസ്കാരം. പ്രവാസികളെ ന്യൂസിന്റെ ന്യൂസ് എക്സ്ക്ലൂസീവിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്നത്തെ എക്സ്ക്ലൂസീവിലെ വിഷയം ഹൗസ് ബിൽഡിംഗ് ആണ്. ഹൗസ് ബിൽഡിംഗ് എന്ന് പറയുമ്പോൾ ജർമ്മനി എല്ലാവരുടെയും ഒരു അത്യാകർഷക രാജ്യമാണ്. ഒരു ദിവസം തന്നെ ഹൗസ് ബിൽഡിംഗിനായി ജർമ്മനിയിലേക്ക് എത്തുന്ന ആളുകളുടെ എണ്ണം എടുത്താൽ അതൊരു വലിയ സംഖ്യ തന്നെയാണ്. അതുകൊണ്ട് തന്നെ ഹൗസ് ബിൽഡിംഗിനാണ് ഇപ്പോൾ ഏറ്റവും കൂടുതൽ മലയാളികൾ ജർമ്മനിയിൽ എത്തുന്നത്. മുൻപ് ഉപരിപഠനത്തിനും ആയിരുന്നെങ്കിൽ ഇപ്പോൾ ആ അവസ്ഥ മാറി ഹൗസ് ബിൽഡിംഗിന് തന്നെയാണ്. പ്രത്യേകിച്ച് നഴ്സിംഗ് മേഖല. ഇവിടെ ആളുകളെ വേണം, ഇവിടെ ജോലിക്കാരെ വേണം. എപ്പോഴും ജോലിക്കാരുടെ കുറവ് അനുഭവപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു രാജ്യം എന്ന നിലയിൽ ഇവിടെ വന്ന് ഹൗസ് ബിൽഡിംഗ് നടത്തി ജോലിയിലേക്ക് പ്രവേശിക്കാനാണ് എല്ലാവരും ഇപ്പോൾ ന്യൂ ജനറേഷൻ താല്പര്യപ്പെടുന്നത്. അതുകൊണ്ട് തന്നെ എത്ര ലക്ഷം മുടക്കിയാലും പിറ്റേ ദിവസം ജർമ്മനിയിൽ എത്തുക, ഹൗസ് ബിൽഡിംഗ് തുടങ്ങുക, പിന്നീട് ജോലിയിൽ പ്രവേശിക്കുക എന്നുള്ള ഒരു വലിയ പ്രതീക്ഷയും സ്വപ്നങ്ങളുമായിട്ടാണ് എല്ലാവരും ജർമ്മനിയിലേക്ക് വിമാനം കയറുന്നത്. എന്നാൽ ഇതിന്റെ പിന്നാമ്പുറത്തെ കാര്യങ്ങൾ പലരും ഒരാളും തന്നെ ഇവിടെ ഇരുന്ന് വീഡിയോ ചെയ്യുന്നവരും വ്ലോഗ് ചെയ്യുന്നവരും അല്ലെങ്കിൽ മറ്റ് സോഷ്യൽ മീഡിയയിൽ ഇരുന്ന് പറയുന്നവരും ഒക്കെ തന്നെ അതിന്റെ സത്യാവസ്ഥകൾ വെളിപ്പെടുത്താറില്ല. കാരണം ഇത് വെളിപ്പെടുത്തി കഴിഞ്ഞാൽ പലരും അത്തരക്കാരുടെ വീഡിയോ അല്ലെങ്കിൽ സംസാരങ്ങൾ പിന്നീട് ഫോളോ ചെയ്യണമെന്നില്ല. എന്നാൽ ഞങ്ങൾ അങ്ങനെയല്ല. സുതാര്യമായ പത്രപ്രവർത്തനം, അതിലൂടെ ഇവിടുത്തെ കൈപ്പേറിയ വിഷയങ്ങൾ, അതാണ് ഞങ്ങൾ എപ്പോഴും നിങ്ങളുടെ മധ്യത്തിൽ കൊണ്ടുവരുന്നത്, നിങ്ങളുടെ മുന്നിൽ കൊണ്ടുവരുന്നത്. അതെന്തുകൊണ്ടെന്നാണെന്ന് ചോദിച്ചാൽ ഇത് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ഇവിടെ ഉണ്ടെന്ന് മനസ്സിലാക്കി വേണം നിങ്ങൾ വരാൻ. നിങ്ങൾ ഇങ്ങോട്ട് വരാതിരിക്കാനുള്ള കാരണമല്ല ഞങ്ങൾ പറയുന്നത്. ഇതുകൊണ്ടൊന്നും വരരുതെന്നല്ല പറയുന്നത്. വന്നു കഴിഞ്ഞാൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങളും അതിൽ നിന്നും മുക്തി നേടി നല്ലൊരു ജീവിതം, ഭാവി ജീവിതം കെട്ടിപ്പടുക്കണം എന്ന് തന്നെ ഞങ്ങളും വിചാരിച്ചുകൊണ്ടാണ് നിങ്ങൾക്കായി ഇത്തരം കൈപ്പേറിയ സത്യങ്ങൾ ഞങ്ങൾ പറയുന്നത്. അതുകൊണ്ട് തന്നെ ഹൗസ് ബിൽഡിംഗ് എന്ന വിഷയം കൈകാര്യം ചെയ്യുമ്പോൾ കൂടുതലായി നെഗറ്റീവ് കമന്റുകൾ വരുമെന്ന് ഞങ്ങൾക്കറിയാം. ഇത്തരം കമന്റുകൾ സഹർഷം ഞങ്ങൾ സ്വാഗതം ചെയ്യുന്നു. എന്നാൽ ഒരു കാര്യം വ്യക്തമാക്കുകയാണ്, ഞങ്ങളെ പേഴ്സണലിഷ് അറ്റാക്ക് ചെയ്യാമെന്നാൽ ഞങ്ങൾ വിടില്ല. അതുകൊണ്ട് അത്തരത്തിലുള്ള കമന്റുകൾ ഞങ്ങൾ പ്രോത്സാഹിപ്പിക്കത്തില്ല. മറ്റെന്ത് ക്രിട്ടിക്കുകളാണെങ്കിലും ആരോഗ്യപരമായ കമന്റുകളും സൗഹൃദമായ കമന്റുകളും എല്ലാം തന്നെ ഞങ്ങൾ സുമനസ്സോടെ സ്വാഗതം ചെയ്യുന്നു. ഇനിയും വിഷയത്തിലേക്ക് കടക്കാം. ജർമ്മനിയിലെ ഹൗസ് ബിൽഡിംഗ് വിദ്യാർത്ഥികൾ കടുത്ത മാനസിക സമ്മർദ്ദത്തിലാണെന്നാണ് ഞങ്ങൾ നടത്തിയ അന്വേഷണത്തിൽ, അതായത് പല കാര്യങ്ങളും ഞങ്ങൾ ഇൻവെസ്റ്റിഗേറ്റ് ചെയ്താണ് എക്സ്ക്ലൂസീവ് പബ്ലിഷ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഇത്തരത്തിൽ ഈ കഴിഞ്ഞ ഇടങ്ങളിലെല്ലാം കണ്ടുമുട്ടുന്ന ഹൗസ് ബിൽഡിംഗ് വിദ്യാർത്ഥികളെ അല്ലെ ആസുബീസിനെ ഞങ്ങൾ നേരിട്ട് പല കാര്യങ്ങളും ചോദിച്ചറിയുന്നുണ്ട്. അവര് പറയുന്നത് മാത്രമല്ല, ഇവിടുത്തെ പത്ര മാധ്യമങ്ങളിൽ വരുന്ന ചില റിപ്പോർട്ടുകൾ എല്ലാം തന്നെ തരം തിരിച്ചു നോക്കിക്കഴിഞ്ഞാൽ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ചെറുതായിട്ടാണെങ്കിലും ഇവിടെ റിപ്പോർട്ട് ചെയ്യപ്പെടുന്നുണ്ട്. ഇതെല്ലാം കൂടി യോജിപ്പിച്ചു കഴിഞ്ഞപ്പോൾ വലിയൊരു ഇൻവെസ്റ്റിഗേഷൻ റിപ്പോർട്ടായിട്ടാണ് ഞങ്ങൾക്കിത് നിങ്ങളുടെ മുന്നിൽ അവതരിപ്പിക്കേണ്ടി വരുന്നത്. ഇനി വിഷയത്തിലേക്ക് കടക്കുമ്പോൾ കഴിഞ്ഞ 20 വർഷത്തിനിടയിലെ ഏറ്റവും താഴ്ന്ന ആസുബീസിന്റെ സംതൃപ്തി നിരക്ക് ആണെന്നാണ് റിപ്പോർട്ടുകളിലൂടെ മനസ്സിലാകുന്നത്. അത് ഞങ്ങൾക്ക് നേരിട്ടും മനസ്സിലായി. അതുകൊണ്ട് തന്നെ ജർമ്മനിയിൽ പഠനത്തോടൊപ്പം തൊഴിൽ പരിശീലനം നൽകുന്ന ഹൗസ് ബിൽഡിംഗ് മേഖലയിലേക്ക് ആയിരക്കണക്കിന് മലയാളി വിദ്യാർത്ഥികൾ ഉൾപ്പെടെയുള്ള ചെറുപ്പക്കാരാണ് ഓരോ വർഷവും ഇവിടെ എത്തുന്നത്. എന്നാൽ തൊഴിൽ പരിശീലന രംഗത്ത് നിൽക്കുന്ന അപ്രന്റീസുകൾ അഥവാ ആസുബികൾ നേരിടുന്ന കടുത്ത മാനസിക സമ്മർദ്ദത്തിന്റെയും അസംതൃപ്തിയുടെയും ഞെട്ടിക്കുന്ന കണക്കുകൾ ഇപ്പോൾ പുറത്തു വന്നിരിക്കുകയാണ്. ജർമ്മൻ ട്രേഡ് യൂണിയൻ കോൺഫെഡറേഷൻ ആണ് ഇക്കാര്യം പുറത്തുവിട്ടത്. 2026 ഏറ്റവും പുതിയ ഹൗസ് ബിൽഡിംഗ് റിപ്പോർട്ടാണ്. അതനുസരിച്ച് ട്രെയിനുകളിൽ പകുതിയിലധികം പേരും കടുത്ത മാനസിക സമ്മർദ്ദത്തിലാണ് പഠിക്കുന്നതും ജോലി ചെയ്യുന്നത്. കഴിഞ്ഞ 20 വർഷത്തിനിടയിലെ ഏറ്റവും കുറഞ്ഞ സംതൃപ്തി നിരക്കാണ് ഈ വർഷം രേഖപ്പെടുത്തിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഇത് പൊതുജന മധ്യത്തിൽ ഞങ്ങളും അവതരിപ്പിക്കുന്നത്. റിപ്പോർട്ടിന്റെ പ്രധാന കണ്ടെത്തലുകൾ എന്താണെന്ന് ചോദിച്ചാൽ 25 വ്യത്യസ്ത തൊഴിൽ മേഖലകളിലെ ഏതാണ്ട് 13,000-ലധികം ട്രെയിനുകളിൽ നടത്തിയ സമഗ്രമായ സർവേയിലാണ് ഞെട്ടിക്കുന്ന വിവരങ്ങൾ വ്യക്തമാക്കിയിരിക്കുന്നത്. അതിന്റെ വിശദാംശങ്ങളിലേക്ക് കടന്നാൽ സംതൃപ്തിയിൽ വൻ ഇടിവാണ് ഉണ്ടായിരിക്കുന്നത്. കഴിഞ്ഞ വർഷം 71.6% ട്രെയിനുകൾ തങ്ങളുടെ സ്ഥാപനങ്ങളിൽ സംതൃപ്തി ആയിരുന്നെങ്കിൽ ഈ വർഷം അത് 65.7% കൂപ്പുകുത്തിയിരിക്കുകയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത്തരത്തിൽ അസംതൃപ്തരാണ് ഈ മേഖലയിൽ ഉള്ളവർ. ഇനി ഇവർക്കൊക്കെ കടുത്ത മാനസിക സമ്മർദ്ദമാണ്, സീഷിഷ് ഓവർലോഡ്. പങ്കെടുത്തവരിൽ 50.6% പേരും തങ്ങൾ കടുത്ത മാനസിക പിരിമുറുക്കം അനുഭവിക്കുന്നതായി തുറന്നു പറഞ്ഞു. അമിതമായ ജോലിഭാരം, ജീവനക്കാരുടെ കുറവ്, ഷിഫ്റ്റ് സമ്പ്രദായം, ഉയർന്ന ഉദ്യോഗസ്ഥരിൽ നിന്നും സഹപ്രവർത്തകരിൽ നിന്നുള്ള മോശം പെരുമാറ്റം, ഇതൊക്കെയാണ് ഇതിന്റെ പ്രധാന കാരണങ്ങൾ. എന്നാൽ ഇക്കാര്യങ്ങളൊന്നും തുറന്നു പറയാൻ ആളില്ല. മാനസിക സമ്മർദ്ദം അനുഭവിക്കുന്നവരിൽ 41.7% പേർക്കും തങ്ങളുടെ പ്രശ്നങ്ങൾ ആരോടും പങ്കുവയ്ക്കാൻ സാധിക്കുന്നില്ല എന്നത്
എന്നത് ഒരു ഗൗരവകരമായ കാര്യമാണ്. പ്രത്യേകിച്ച് ഇവിടെ എത്തിയിട്ടുള്ള ആസൂബീസിനോട്, മലയാളി ആസൂബീസിനോട് ഞങ്ങൾ തന്നെ ചോദിച്ചിട്ടുണ്ട് പലപ്പോഴും എന്തൊക്കെയാണ് പ്രശ്നങ്ങൾ, എവിടെയാണ് പ്രശ്നങ്ങൾ, നിങ്ങൾ ആരോടെങ്കിലും ഇത് സംസാരിച്ചിട്ടുണ്ടോ, അല്ലെങ്കിൽ നിങ്ങളിത് നിങ്ങളുടെ കൂട്ടുകാരുമായിട്ട് ഷെയർ ചെയ്തിട്ടുണ്ടോ എന്നൊക്കെ ചോദിച്ചാൽ പലരും അത് പറയാനും അത്തരത്തിലുള്ള കാര്യങ്ങളിലേക്ക് ഗൗരവമായി ചിന്തിക്കാനും താല്പര്യപ്പെടുന്നില്ല എന്നുള്ള ഒരു കാര്യമാണ് ഞങ്ങൾക്ക് മനസ്സിലായത്. അപ്പോൾ തന്നെ അറിയാം ഈ മേഖലയിലുള്ള പ്രശ്നങ്ങൾ എന്താണെന്ന്. അത് മാത്രമല്ല സാമ്പത്തികവും പാർപ്പിടപരവുമായ പ്രശ്നങ്ങളാണ്. 49.9% ട്രെയിനുകളും തങ്ങളുടെ കുറഞ്ഞ വേതനവും സാമ്പത്തിക ഞെരുക്കവും വലിയ ഭാരമായി കാണുന്നുണ്ട്. നാട്ടിൽ നിന്ന് എത്തുന്ന ഈ കുട്ടികളൊക്കെ തന്നെ 19-നും 23-നും ഇടയിൽ പ്രായമുള്ളവരൊക്കെ തന്നെ ഇതില് ആസുബികളായി ചേർന്ന് കഴിഞ്ഞിട്ട് അവർക്ക് മിച്ചം വെക്കാൻ അധികം പൈസ ഉണ്ടാകുന്നില്ല. അതുകൊണ്ട് തന്നെ ഇവർ വീക്കെൻഡുകളിൽ അല്ലെ അവധി ദിവസങ്ങളിൽ രണ്ടാമതൊരു ജോലി സ്ഥലം കൂടി കണ്ടെത്തിയിട്ട് അവിടെ പോയി ഹൗസ് വെൽഫെയർ ജോലി ചെയ്തിട്ടാണ് ബാക്കി കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. അതിന് മറ്റൊരു കാരണം കൂടിയുണ്ട്. വരുന്ന ഒട്ടനവധി ആളുകൾ ലക്ഷങ്ങൾ എടുത്ത് ലക്ഷങ്ങൾ ഏജന്റിന് നൽകി ഇവിടെ എത്തുമ്പോൾ ഇതൊക്കെ തന്നെ ലോണും ബാങ്കിന്റെ കനിവും ഒക്കെ നേടിയിട്ടാണ് ഇങ്ങോട്ട് എത്തുന്നത്. അത് തിരിച്ചടക്കേണ്ട ബാധ്യത ഇവർക്കുണ്ട്. അതുകൊണ്ട് തന്നെ വീട്ടുകാർക്ക് കൂടുതൽ ബുദ്ധിമുട്ടുണ്ടാകാതിരിക്കാൻ ഇവിടെ സാമ്പത്തിക ഞെരുക്കത്തിൽ ഇവർ ജീവിക്കുകയും അതുപോലെ തന്നെ കയ്യിൽ കിട്ടുന്ന യൂറോ എത്രയാണെങ്കിലും അത് അധികം ചെലവാക്കുന്നവരുണ്ട്, ചെലവാക്കാതെ തിരിച്ച് അയച്ചു കൊടുക്കുന്ന സമ്പ്രദായമൊക്കെ ഉണ്ട്. എന്നാൽ അതുകൊണ്ട് തന്നെയാണ് സാമ്പത്തിക പ്രശ്നങ്ങൾ ഉണ്ടെന്ന് തന്നെ ഞങ്ങൾ പറയുന്നത്. അത് മാത്രമല്ല 35% പേർ ജർമ്മനിയിലെ വാടകയും താമസ സൗകര്യവുമായി ബന്ധപ്പെട്ട ബുദ്ധിമുട്ടുകൾ നേരിടുന്നവരാണ്. കാരണം ഇവിടെ വാടക ഇപ്പോൾ ഏറ്റവും ഉയർന്ന നിരക്കിലാണ് പോകുന്നത്. അത് മാത്രമല്ല സ്വന്തം ഭക്ഷണത്തിനും മറ്റു കാര്യങ്ങൾക്കുമായി മുൻപത്തേതിലും കൂടുതൽ യൂറോ ചെലവാക്കേണ്ട ഒരവസ്ഥയുമുണ്ട്. ഇതെല്ലാം കൂടെ കണക്കൂട്ടി നോക്കിക്കഴിഞ്ഞാൽ ഇവർക്ക് കിട്ടുന്ന ഏതാണ്ട് 3-ാം വർഷം 1650 എങ്ങാണ്ടുണ്ട്. അതിന് ഓരോ വർഷവും അത് മുന്നോട്ട് അല്ലെങ്കിൽ ഉയർന്നുകൊണ്ടിരിക്കുകയാണ്. ആദ്യത്തെ വർഷം 1200 സംതിങ് ആയിരിക്കും, അല്ലെങ്കിൽ 1300 ആയിരിക്കും. അതിന്റെ കൃത്യമായ കണക്ക് ഞാൻ ഇപ്പൊ പറയുന്നില്ല. എങ്കിലും ഓരോ വർഷവും വ്യത്യാസമുണ്ട്. 3-ാം വർഷമാണ് ഏറ്റവും കൂടുതൽ കിട്ടുന്നത്. അപ്പോൾ ഇതൊക്കെ തന്നെ ഇവർക്ക് തികയാത്ത ഒരു സാഹചര്യം ഉണ്ടാകുന്നുണ്ട് എന്ന് തന്നെയാണ് ഞങ്ങളും കരുതുന്നത്. അതുകൊണ്ട് അധിക ജോലി സമയം ഇവര് കണ്ടെത്തുന്നുണ്ട്. പ്രായപൂർത്തിയാകാത്ത കുട്ടികൾ ഉൾപ്പെടെ 1/3 ട്രെയിനുകളും, പ്രായപൂർത്തിയാകാത്തതെന്ന് പറഞ്ഞാൽ 18 വയസ്സ് പ്രായപൂർത്തിയാകുന്നതാണ്. എങ്കിലും ഇത്തരക്കാര് ഞാൻ പറഞ്ഞതുപോലെ 19-നും 23-നും ഇടയിൽ പ്രായമുള്ളവരാണ്. ഇവരൊക്കെ തന്നെ ഏതാണ്ട് 35.4% സ്ഥിരമായി ഓവർ ടൈം ജോലി ചെയ്യാൻ നിർബന്ധിതരാകുന്നവരാണ്. ഇതിൽ പലർക്കും അർഹമായ വിശ്രമമോ വേതനമോ ലഭിക്കുന്നില്ല. ഇതെല്ലാം ജീവിക്കാനുള്ള തത്രപ്പാടിലാണ്. അതുകൊണ്ട് തന്നെ ചിലർ കോഴ്സ് ഉപേക്ഷിക്കാനുള്ള ആലോചനയിലുമുണ്ട്. 5-ൽ ഒരാൾ വീതം, അതായത് 19.6% ട്രെയിനിങ് പാതി വഴിയിൽ ഉപേക്ഷിക്കുന്നതിനെ കുറിച്ച് ഗൗരവമായി ചിന്തിക്കുന്നവരുമുണ്ട്. ഇത്തരക്കാർ ഏത് മേഖലകളിലാണ് കൂടുതൽ അസംതൃപ്തി കാണിക്കുന്നതെന്നാണ് ഇനി പറയുന്നത്. തൊഴിൽ മേഖലകൾ അനുസരിച്ച് ട്രെയിനുകളുടെ സംതൃപ്തിയിൽ വലിയ വ്യത്യാസങ്ങളുമുണ്ട്. ഏറ്റവും കൂടുതൽ അതൃപ്തി നിലനിൽക്കുന്ന മേഖല പാചക രംഗമാണ്. ഹോട്ടൽ മാനേജ്മെന്റ്, ഹോട്ടൽ ഫാഹ് അംഗസ്റ്റൽറ്റ്, റീറ്റെയിൽ സെയിൽസ്, ഐൻസെൽ ഹാൻഡൽ കൗഫ്ലോയിറ്റ്, അതുപോലെ തന്നെ ഡെന്റൽ ക്ലിനിക് അസിസ്റ്റന്റുമാർ, ജർമ്മൻ ഭാഷയിൽ പറഞ്ഞാൽ സാൻ മെഡിസിൻഷെ ഫാഹ് അംഗസ്റ്റൽറ്റ്. അപ്പൊ ഇത്തരത്തിലുള്ള മേഖലകളിൽ ഹൗസ് ബിൽഡിംഗ് ചെയ്യുന്നവരൊക്കെ തന്നെ അസംതൃപ്തരാണ്. അത് മാത്രമല്ല കൂടുതൽ സംതൃപ്തി കിട്ടാത്ത മറ്റൊരു മേഖലയാണ് എപ്പോഴും ആരോഗ്യ മേഖല, അതായത് നഴ്സിംഗ് മേഖല. അവിടെ ജോലിക്കൊപ്പം പഠനത്തിനൊപ്പം ജോലി, ഇത് രണ്ടും കൂടെ കൂട്ടിക്കൊണ്ടു പോകാനും പ്രാക്ടിക്കലായി ജോലി ചെയ്യുമ്പോൾ 12 ദിവസം അടുപ്പിച്ച് 11 ദിവസം അടുപ്പിച്ച് പ്രൊഡ്യൂസ്ഡ് തന്നെ ജോലി ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ശാരീരിക ക്ഷീണവും അതുപോലെ തന്നെ മാനസിക സമ്മർദ്ദവും ഒക്കെ തന്നെ ഇവരെ ഇതിൽ നിന്ന് എപ്പോഴും പിന്തിരിപ്പിക്കുന്ന ഒരു കാര്യമാണ്. എങ്കിലും മുന്നോട്ട് പോവുക തന്നെ വേണം എന്നുള്ള ഒരു തീരുമാനം ഇവരെ എപ്പോഴും ജോലിക്കും ക്ലാസ്സിനുമായി വീണ്ടും സ്റ്റിമുലേറ്റ് ചെയ്യുന്നുണ്ട് എന്നുള്ള കാര്യം ഞങ്ങൾ മറക്കുന്നില്ല. ഇനിയും കൂടുതൽ സംതൃപ്തിയുള്ള മേഖലകൾ ഏതാണെന്ന് ചോദിച്ചാൽ പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ, അതായത് ഫെർവാൾട്ടൂങ്സ് ഫാഹ് അംഗസ്റ്റൽറ്റ്, മലയാളികൾ അതിനായിട്ട് കൂടുതൽ പോകുന്നില്ല. ഇൻഷുറൻസ്, ബാങ്കിംഗ് മേഖലകൾ, അവിടെയും മലയാളികൾ അധികം പോകുന്നില്ല. മെക്കാട്രോണിക്സ്, അതിന് കുറെ മലയാളി കുട്ടികൾ പോകുന്നുണ്ട്. അപ്പൊ ഇതിൽ ഏറ്റവും കൂടുതൽ പ്രശ്നങ്ങൾ ഉള്ളത് ആരോഗ്യ മേഖലയിൽ തന്നെയാണ്. കൂടാതെ വലിയ കമ്പനികളിൽ പരിശീലനം നേടുന്നവർ ചെറുകിട സ്ഥാപനങ്ങളെ അപേക്ഷിച്ച് കൂടുതൽ സംതൃപ്തരാണെന്നും ഈ സർവേ റിപ്പോർട്ടിൽ ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. ഇനിയും പ്രവാസികൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ. മലയാളി കുട്ടികൾ കേരളത്തിൽ നിന്നും മറ്റു വിദേശ രാജ്യങ്ങളിൽ നിന്നും ജർമ്മനിയിലേക്ക് നഴ്സിംഗ്, ഹോസ്പിറ്റാലിറ്റി അല്ലെങ്കിൽ IT ടെക്നിക്കൽ മേഖലകളിൽ ഹൗസ് ബിൽഡിംഗ് സ്വപ്നം കണ്ടെത്തുന്ന വിദ്യാർത്ഥികൾ യഥാർത്ഥത്തിൽ മുൻകൂട്ടി മനസ്സിലാക്കേണ്ട കുറെ കാര്യങ്ങളുണ്ട്. ഞങ്ങൾ പലപ്പോഴും ഇതിനെപ്പറ്റി പറയുമ്പോൾ ഞങ്ങളെ എല്ലാവരും നെഗറ്റീവ് ചാനൽ എന്ന് പറഞ്ഞ് തള്ളിക്കളയുകയാണ്. പക്ഷേ കൃത്യമായ കാര്യങ്ങളാണ് ഞങ്ങൾ പറയുന്നത്. അതുകൊണ്ട് തന്നെ ഈ ഹൗസ് ബിൽഡിംഗുകാർക്ക് അല്ലെങ്കിൽ വിദ്യാർത്ഥികൾക്ക് ഞങ്ങളോട് ഒരു അടുപ്പമില്ല എന്നുള്ള കാര്യം ഞാൻ ഒരിക്കൽ കൂടി പരസ്യമായി പറയുകയാണ്. കാരണം കൈപ്പേറിയ സത്യങ്ങൾ പറയുമ്പോൾ അത് മനസ്സിലാക്കാൻ ആരും
ആരും മെനക്കെടാറില്ല. അവരവിടെ ഇരുന്ന് പറയട്ടെ, ഞങ്ങൾക്ക് ഞങ്ങളുടെ കാര്യം എന്നുള്ള ഒരു ചിന്താഗതിയാണ് ഇവരെയൊക്കെ ഞങ്ങളിൽ നിന്നും അകറ്റുന്നത്. അത് കുഴപ്പമില്ല. പക്ഷെ നിങ്ങളുടെ മാതാപിതാക്കൾ ഇത് കാണുന്നുണ്ട്, മാതാപിതാക്കളെ ഞങ്ങളെ വിളിക്കുന്നുണ്ട്, ശരിയായ കാര്യങ്ങൾ ഞങ്ങളിൽ നിന്ന് ശ്രവിക്കുന്നുണ്ട്. അതുകൊണ്ട് ഞങ്ങൾ പറയുന്ന ശരിയായ മാർഗനിർദ്ദേശങ്ങൾ പലപ്പോഴും നിങ്ങൾക്ക് അസഹ്യമായി തോന്നുമെങ്കിലും എന്നാൽ ഇത്തരം മാർഗനിർദ്ദേശങ്ങൾ നൽകാനും തൊഴിൽ സമയങ്ങൾ കൃത്യമായി പാലിക്കാനും പരിശീലന സ്ഥാപനങ്ങളിൽ എത്തി അവർ പറയുന്നത് കേൾക്കാനും ഒരുപക്ഷെ നിങ്ങളും വിമുഖത കാണിക്കുന്നുണ്ടെന്നുള്ള കാര്യം റിപ്പോർട്ടുകളിൽ നിന്നും മനസ്സിലാകുന്നുണ്ട്. അടുത്തത് നഴ്സിംഗ് ഹൗസ് ബിൽഡിംഗിന്റെ കാര്യമാണ്. അതിലാണ് ഏറ്റവും കൂടുതൽ ആളുകൾ എത്തുന്നത്. ഇവിടെ മലയാളി വിദ്യാർത്ഥികൾ നേരിടുന്ന പ്രധാന വെല്ലുവിളികളാണ് ഇനി പറയുന്നത്. ജർമ്മനിയിലേക്ക് കേരളത്തിൽ നിന്ന് ഏറ്റവും കൂടുതൽ വിദ്യാർത്ഥികൾ എത്തുന്നത് നഴ്സിംഗ് ഹൗസ് ബിൽഡിംഗിലാണ്. അതായത് ജനറാലിസ്റ്റിഷ് ഫ്ലീഗെ ഹൗസ് ബിൽഡിംഗ്. ഇത് ചെയ്യാനാണ് എല്ലാവരും എത്തുന്നത്. എന്നാൽ ഔദ്യോഗിക റിപ്പോർട്ടുകൾക്ക് പുറമെ പ്രാദേശികമായി ഇത്തരം ട്രെയിനുകളും ഇവിടെ ഉണ്ടാകുന്നുണ്ട് എന്നുള്ള കാര്യം വിസ്മരിക്കുന്നില്ല. ഇനി അവരുടെ പ്രശ്നങ്ങൾ എന്താണെന്ന് ചോദിച്ചാൽ കടുത്ത ഭാഷാ തടസ്സവും മെഡിക്കൽ ജർമ്മനും, അതായത് ലാംഗ്വേജ് ബാരിയറായിട്ട് നിൽക്കുന്നത്. നാട്ടിൽ നിന്നും B2 പാസ്സായി സർട്ടിഫിക്കറ്റോടുകൂടി ഇവിടെ വന്നു കഴിഞ്ഞാൽ ഏതാണ്ട് 30% പോലും ഭാഷ കൈകാര്യം ചെയ്യാൻ കഴിവില്ലാത്ത ഒരു സാഹചര്യത്തിലാണ് നിങ്ങൾ ഇവരെത്തുന്നത്. അതുകൊണ്ട് തന്നെ അതിന്റെ പ്രശ്നങ്ങളാണ് കൂടുതലായി നിൽക്കുന്നത്. B2 സർട്ടിഫിക്കറ്റുമായി എത്തുന്ന വിദ്യാർത്ഥികൾക്ക് പോലും ആശുപത്രികളിലെയും കെയർ ഹോമുകളിലെയും പ്രാദേശിക ജർമ്മൻ സംസാര ശൈലിയും, അതായത് ഡിയലക്ട്, മെഡിക്കൽ ഡോക്യുമെന്റേഷനും തുടക്കത്തിൽ വലിയ മാനസിക സമ്മർദ്ദങ്ങൾ ഉണ്ടാക്കുന്നുണ്ട്. അതുമാത്രമല്ല സഹപ്രവർത്തകരുമായുള്ള ആശയവിനിമയക്കുറവ് പലപ്പോഴും തെറ്റിദ്ധാരണകൾക്ക് വഴിവെക്കുന്നുണ്ട്. ഇതിനെപ്പറ്റി പറയുമ്പോൾ ഈ അടുത്ത സമയങ്ങളിലൊക്കെ ചില റീൽസുകൾ കാണാനിടയായി. നാട്ടിലിരുന്ന് ഭാഷ പഠിപ്പിക്കുന്ന സ്കൂള്, അതിന്റെ പേര് പലതും പറയാം, എൻട്രി അല്ലെങ്കിൽ പല പേരുകളുണ്ട്. അപ്പൊ അതിൽ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കപ്പെട്ട ഒരു പേരാണ് എൻട്രി എന്ന് പറയുന്നത്. ഈ എൻട്രിയുടെ പേരിൽ ക്ലാസ് നടത്തുന്നു. ഈ ക്ലാസ്സിൽ പഠിപ്പിക്കുന്ന കാര്യങ്ങൾ ഓൺലൈനിലായി ആളുകളെ പിടിക്കാനായിട്ട് ചെയ്യുന്നതാണ്. അതിൽ പറയുന്നതാണ് DAS, അത് ദസ് എന്നാണ് പറയേണ്ടത്. അവര് പറയുന്നത് ദാസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ നാട്ടിലെ ഒരു പേരാണ്. അല്ലെങ്കിൽ കാറൽ മാർക്സ് എഴുതിയ ദസ് ക്യാപിറ്റൽ, പക്ഷേ നമ്മുടെ മാർക്സിസ്റ്റ് പാർട്ടിക്കാര് അല്ലെ അവരുടെ നേതാക്കൾ പറയുന്ന ദാസ് ക്യാപിറ്റൽ എന്നാണ്. അപ്പൊ അത് ഏറ്റവും വലിയ തെറ്റാണ്. ദാസ് എന്നല്ല, ദസ് എന്നാണ്. അപ്പൊ ഇത്തരം പഠനങ്ങളിലൂടെയാണ് B2 സർട്ടിഫിക്കറ്റുമായിട്ട് ജർമ്മനിയിൽ എത്തുന്നത്. അപ്പോൾ എത്രമാത്രം അവര് തെറ്റാണ് പറയുന്നതെന്ന് അവർ തന്നെ മനസ്സിലാക്കില്ല. അപ്പം ഇത്തരം കാര്യങ്ങൾ സോഷ്യൽ മീഡിയയിലൂടെ വീണ്ടും പറയുമ്പോൾ വീണ്ടും തെറ്റുകൾ തന്നെയാണ് ആവർത്തിക്കുന്നത്. ഇത്തരം തെറ്റുകൾ ഞങ്ങൾ പറയുമ്പോൾ പലപ്പോഴും അതിന് അടിക്കുറിപ്പ് ഞങ്ങൾ എഴുതാറുണ്ട്. അപ്പോൾ അതിന് മറുപടിയും അത്തരത്തിലുള്ളതാണ് വരുന്നത്. ഈ അവസരത്തിൽ ഇത്തരം കാര്യങ്ങളൊന്ന് സൂചിപ്പിച്ചു എന്നേ ഉള്ളൂ. അടുത്തത് ജീവനക്കാരുടെ കുറവും അമിത ജോലിഭാരവുമാണ്. ജർമ്മൻ ആരോഗ്യരംഗത്തെ രൂക്ഷമായ സ്റ്റാഫ് ക്ഷാമം കാരണം ട്രെയിനുകൾ പലപ്പോഴും പഠനത്തിന് പകരം മുഴുവൻ സമയ ജീവനക്കാരെ പോലെ കഠിനമായി ജോലി ചെയ്യേണ്ടി വരുന്നു എന്നുള്ള ഒരു അവസ്ഥ ഇപ്പോൾ നിലവിലുണ്ട്. 10 പേര് ജോലി ചെയ്യേണ്ടടുത്ത് 3 അല്ലെങ്കിൽ 4 പേരെ കാണത്തുള്ളൂ. അപ്പൊ ഇത്തരം ആസുബീസിനെ അവിടെ പിടിച്ചിടും. അവർക്ക് ഇരട്ടി ജോലിയും കൊടുക്കും. ഉത്തരവാദിത്തം മുഴുവൻ ചിലപ്പോൾ ഏൽക്കേണ്ടി വരും. ഇതെല്ലാം തന്നെ താങ്ങാൻ മേലാത്ത അവസ്ഥയാണ് ഇവിടുത്തെ പുതിയതായി എത്തുന്ന ആസുബീസിന് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. അതുപോലെ തന്നെ പഠിക്കാനുള്ള സമയം ലഭിക്കാതെ വയോജന പരിചരണം, അതായത് ആൾട്ടൻ ഫ്ലീഗെ, രോഗികളുടെ പ്രാഥമിക ശുശ്രൂഷ എന്നിവയിൽ മാത്രം തളച്ചിടപ്പെടുന്നു എന്നുള്ള ഒരു പരാതി ജർമ്മനിയിൽ ഇപ്പോൾ വ്യാപകമാണ്. ഇതെല്ലാം തന്നെ ഞങ്ങൾ മനസ്സിലാക്കിയിട്ടുള്ളതാണ്. ഇവിടെ എത്തുന്ന ആസുബീസ് പറയുന്നതാണ്. അതിനൊക്കെ പോംവഴി ഉണ്ടോ എന്ന് ചോദിച്ചാൽ തൽക്കാലം ഇല്ല എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു. കാരണം ആർബൈറ്റ്സ് കേബർ അല്ലെങ്കിൽ എംപ്ലോയർ മാത്രമല്ല അതിന്റെ മാനേജ്മെന്റും കൂടി തീരുമാനിച്ചെങ്കിൽ മാത്രമേ ഇതിൽ നിന്നൊക്കെ അല്പം കുറവ് ലഭിക്കാൻ സാധ്യതയുള്ളൂ. എങ്കിലും ഇപ്പോഴത്തെ നിലവിലെ സ്ഥിതിയിൽ ഇതിനൊന്നും ഒരു മാറ്റവും ഉണ്ടാകില്ല എന്ന് തന്നെയാണ് ഞങ്ങൾ കണക്കുകൂട്ടുന്നത്. അടുത്തത് ഷിഫ്റ്റ് ഡ്യൂട്ടികളും വിശ്രമം ഇല്ലായ്മയുമാണ്. അതായത് മോർണിംഗ് ഡ്യൂട്ടി അല്ലെങ്കിൽ ഏർലി, അതായത് ഫ്രീ ഡീൻസ് അല്ലെങ്കിൽ സ്പേഡീൻസ്, അതുമല്ലെങ്കിൽ നാഫ്റ്റ്. ഈ 3 ഷിഫ്റ്റുകളിലേക്കുള്ള പെട്ടെന്നുള്ള മാറ്റം വിദ്യാർത്ഥികളുടെ ഉറക്കത്തെയും ശാരീരിക മാനസിക ആരോഗ്യത്തെയും സാരമായി ബാധിക്കുന്നുണ്ട്. കൂടാതെ വീക്കെൻഡ് ഡ്യൂട്ടികൾ വ്യക്തി ജീവിതത്തെയും ബാധിക്കുന്നുണ്ട്. ഇത് തന്നെയാണ് നേരത്തെ പരാമർശിച്ച ഒരു കാര്യം. 11 ദിവസം അടുപ്പിച്ച് പ്രൊഡീൻസ് ചെയ്തു കഴിഞ്ഞാൽ പിന്നെ ഒന്നിനും കൊള്ളത്തില്ല എന്ന് തന്നെയാണ്, പിന്നെ ഒന്നിനും ലുസ്റ്റില്ല എന്ന് തന്നെയാണ് പലരും പറയാറുള്ളത്. ഇതെല്ലാം ജീവിതത്തിന്റെ ഭാഗമാണ്, പഠനത്തിന്റെ ഭാഗമാണ്, ജോലിയുടെ ഭാഗമാണ് എന്നുള്ള ഒരു സത്യം അതങ്ങോട്ട് ഗ്രഹിക്കാനോ അത് ഉൾക്കൊള്ളാനോ പലർക്കും കഴിയാത്ത ഒരു അവസ്ഥയാണ് ഈ 19-നും 23-നും ഇടയിൽ അല്ലെങ്കിൽ 25-നും ഇടയിൽ പ്രായമുള്ള ആൺപെൺ ഭേദമന്യേ എല്ലാവർക്കും ഉണ്ടാകുന്നത് എന്നുള്ളൊരു കാര്യമാണ് ഞങ്ങൾ ഈ അവസരത്തിൽ സൂചിപ്പിക്കുന്നത്. അടുത്തത് പഠന സമ്മർദ്ദം, പരീക്ഷാ ഭയം. പ്രാക്ടിക്കൽ ജോലിയോടൊപ്പം സ്കൂളിലെ തിയറി ക്ലാസുകളും പരീക്ഷകളും പൂർത്തിയാക്കുക ഒരു വലിയ വെല്ലുവിളിയാണ്. 1 അല്ല 2 അല്ല 3 വർഷം പഠിച്ചു കഴിയുമ്പോൾ അവസാനത്തെ പരീക്ഷ 2 പ്രാവശ്യമേ പരീക്ഷ അപ്പിയർ ചെയ്യാൻ ഇവിടെ അനുവാദമുള്ളൂ. 2ാമത്തെ പ്രാവശ്യം തോറ്റുപോയെങ്കിൽ പിന്നെ യാതൊന്നിനും ഈ 3
കൊല്ലം പഠിച്ചതിനൊന്നും വിലയില്ലാത്ത ഒരവസ്ഥ, ഹെൽഫറായിട്ട് പോലും നിർത്തുകയില്ലാത്ത ഒരവസ്ഥയാണ് ജർമ്മനിയിലുള്ളത്. അതുകൊണ്ട് 2ാം പ്രാവശ്യമെങ്കിലും ജയിക്കണം. ആ ഒരു സമ്മർദ്ദത്തിലാണ് ഇവരെല്ലാം പഠിക്കുന്നത്. പരീക്ഷകളിൽ പരാജയപ്പെട്ടാൽ വിസയെയും ഭാവിയെയും ബാധിക്കുമെന്ന ഭയം കടുത്ത ഡിപ്രഷനിലേക്കാണ് ഇത്തരക്കാരെ നയിക്കുന്നത്. അതുകൊണ്ട് ചിലപ്പോൾ കഴിക്കാനൊന്നും തോന്നില്ല. കഴിക്കാതിരുന്നു കഴിഞ്ഞാൽ അസുഖം ഉണ്ടാകും, അല്ലെ ക്രാങ്ക് ആകും. ക്രാങ്ക് കുറെ നാൾ അടിച്ചു കഴിയുമ്പോൾ ക്ലാസ്സിൽ നിന്ന് തന്നെ പുറത്താക്കും, അല്ലെ ജോലിയിൽ നിന്ന് തന്നെ പുറത്താക്കും. ഇതെല്ലാം ഇവിടുത്തെ നിയമത്തിന്റെ പരിധിയിൽപ്പെടുന്ന കാര്യമാണ്. അപ്പൊ ഇതിൽ നിന്നെല്ലാം മുക്തി നേടുകയും വേണം, നമ്മുടെ ലക്ഷ്യം സാധിക്കുകയും വേണം. അതിനുള്ള ഒരു മൈൻഡ് സെറ്റപ്പ് നമുക്ക് ഉണ്ടാകുകയും വേണം. മൈൻഡ് സെറ്റപ്പ് ഉണ്ടാക്കിയെടുക്കുമ്പോഴും പലപ്പോഴും അതിന് ഉറച്ചു നിൽക്കാൻ പറ്റാത്ത ഒരു അവസ്ഥയാണ് ഇതെല്ലാം സംഭവിക്കുന്നത്. അത് മാത്രമല്ല, കൂട്ടുകെട്ട് വളരെ ഒരു വിശിക കാര്യമാണ്. നാട്ടിൽ നിന്ന് പ്ലെയിൻ കയറുമ്പോൾ തന്നെ അവിടുന്ന് കൂട്ടുകെട്ടിലൂടെയാണ് ഇവിടെ എത്തുന്നത്. അത് ആൺപെൺ ഭേദമന്യേ കൂട്ടുകെട്ട് ഉണ്ടാക്കുന്നുണ്ട്, നല്ല കാര്യം. അതിനൊന്നും ആരെയും പ്രൈവറ്റ് ആയിട്ട് നമ്മൾ പറയുന്നില്ല. എങ്കിലും ചിലര് ഈ കൂട്ടുകെട്ടിലൂടെ പഠിക്കാൻ വന്ന കാര്യങ്ങളും ജോലി ചെയ്യാൻ വന്ന കാര്യങ്ങളും ഒക്കെ മറന്ന് ജീവിക്കുന്നുണ്ടെന്നുള്ള ഒരു കാര്യം പലയിടങ്ങളിൽ നിന്നും ഞങ്ങൾക്ക് ലഭിച്ചിട്ടുണ്ട്. ഇത് കേൾക്കുമ്പോൾ പലരും കമന്റുമായിട്ട് വരും. സൂക്ഷിച്ച് കമന്റ് ചെയ്യുക. കൃത്യമായിട്ടുള്ള വിവരങ്ങൾ മനസ്സിലാക്കിയിട്ട് തന്നെയാണ് ഞങ്ങൾ പറയുന്നത് എന്നുള്ള ഒരു ബോധ്യം ഞങ്ങൾക്കുണ്ട്. അതുകൊണ്ട് തന്നെ ഉറച്ച സ്വരത്തിലാണ് പറയുന്നത്. ഇവിടെ വരാനുള്ള ലക്ഷ്യത്തിൽ നിന്ന് വ്യതിചലിച്ച് പോകുന്ന ചിലരൊക്കെ ഉണ്ട്. എല്ലാവരെയും അടച്ച് ഞങ്ങൾ ഒരിക്കലും പറയുന്നില്ല. നല്ല കുട്ടികൾ, നല്ല കുടുംബത്തിൽ നിന്ന്, എല്ലാ കുടുംബത്തിൽ നിന്ന് വരുന്ന ആൾക്കാർ നല്ലവരാണെന്ന് ഞങ്ങൾ പറയും. എങ്കിലും അതിൽ നിന്ന് വ്യതിചലിക്കുന്നവർ ഇല്ലാതില്ല എന്ന് തന്നെ ഞങ്ങൾ പറയുന്നുണ്ട്. കൃത്യമായിട്ടുള്ള വിവരങ്ങൾ മനസ്സിലാക്കിയിട്ടാണ് പറയുന്നത്. അതുകൊണ്ട് ദയവ് ചെയ്ത് കൂടുതൽ കമന്റ് ഞങ്ങൾക്ക് അടിച്ചേൽപ്പിക്കാനായിട്ട് വരരുത്, സൂക്ഷിക്കുക. അത് മാത്രമല്ല, ഏകാന്തതയും ഹോം സിക്നെസ്സും ഇവരെ ചുറ്റിപ്പറ്റി ഉണ്ട്. 100% ഇല്ലെങ്കിലും ഒരു 40 മുതൽ 60% വരെ ഏകാന്തതയും ഹോം സിക്നെസ്സും ഇവർക്കുണ്ടാകുന്നുണ്ട്. നാട്ടിലെ നല്ല കുടുംബ അന്തരീക്ഷത്തിൽ നിന്നും മാറി ഈ തണുപ്പുള്ള യൂറോപ്യൻ രാജ്യത്ത് വന്നു കഴിയുമ്പോൾ അന്തരീക്ഷത്തിൽ പോലും അന്തരീക്ഷത്തിൽ നിന്നും നമ്മൾ ഒറ്റപ്പെട്ട് ജീവിക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു മാനസിക വിഷമം പങ്കുവയ്ക്കാൻ പലർക്കും ആ സമയത്ത് സുഹൃത്തുക്കളോ മെന്റർമാരോ അല്ലെങ്കിൽ ഫോൺ പോലും കൈകാര്യം ചെയ്യാൻ മേലാത്ത ഒരവസ്ഥയും ഉണ്ടാകുന്നുണ്ട്. അതുകൊണ്ടാണ് ഇതൊക്കെ വ്യക്തമായിട്ട് ഞങ്ങൾ പറയുന്നത്. അതുകൊണ്ട് ഒരു കാര്യം ശ്രദ്ധിക്കുക. നിങ്ങൾക്കുണ്ടാകുന്ന പ്രശ്നങ്ങൾ നിങ്ങളുടെ സ്കൂളിലെ ടീച്ചർമാരോടോ അല്ലെ പ്രാക്ടീസ് അൺലൈറ്റർമാരോടോ അല്ലെ പെട്രോവൻസ് ലെറർമാരോടോ അല്ലെ വർക്ക്സ് കൗൺസിലോ, അതായത് ബെട്രിപ്സ്ട്രാറ്റിലോ ഒക്കെ സംസാരിച്ചു കഴിഞ്ഞാൽ നമുക്ക് അല്ലെങ്കിൽ നിങ്ങൾക്ക് കുറെയൊക്കെ ഇതിൽ നിന്ന് മുക്തി നേടാനാവും എന്ന് തന്നെയാണ് ഞങ്ങൾ കരുതുന്നത്. അതുകൊണ്ട് അത്തരത്തിൽ ശ്രമിച്ചാൽ നിങ്ങൾക്ക് നല്ലത്. ഇതിന്റെ കൂടെ മറ്റൊരു കാര്യം കൂടി പറയേണ്ടിയിരിക്കുന്നു. ഭാഷാ പ്രാവീണ്യം വർദ്ധിപ്പിക്കാൻ ദിവസേന സമയം കണ്ടെത്തണം. ജർമ്മൻ ഭാഷയില്ലാതെ ജർമ്മനിയിൽ ജീവിക്കാൻ പറ്റില്ല. ഒരു ദിവസമല്ല, ഇപ്പോൾ ഇവിടെ എത്തിക്കഴിഞ്ഞാൽ ആരും തന്നെ തിരിച്ചു പോകുമെന്ന് ഞങ്ങൾ വിചാരിക്കുന്നില്ല. അതുകൊണ്ട് തന്നെ ജർമ്മനിയിൽ മുന്നോട്ട് പോകണമെങ്കിൽ, ജർമ്മനിയിൽ ഭാവി ജീവിതം കെട്ടിപ്പടുക്കണമെങ്കിൽ ജർമ്മൻ ഭാഷ കൃത്യമായിട്ടും മനസ്സിലാക്കിയിരിക്കണം. അത് കൈകാര്യം ചെയ്യാൻ കഴിവുണ്ടായിരിക്കും. അപ്പോൾ ആ ഒരു കാര്യത്തിന് വേണ്ടി ഭാഷാ പ്രാവീണ്യം വർദ്ധിപ്പിക്കാൻ ദിവസേന സമയം കണ്ടെത്തുകയാണ് എപ്പോഴും നല്ലത്. ജോലി സ്ഥലത്താണെങ്കിലും മറ്റു കൂട്ടുകൂടുമ്പോഴും മറ്റു സമൂഹത്തിൽ ഇടപെടുമ്പോഴും ഒക്കെ നമ്മുടെ ഭാഷ ഉണ്ടെങ്കിൽ കൂടി ജർമ്മൻ ഭാഷ കൈകാര്യം ചെയ്യാനുള്ള ഒരു സന്നദ്ധത എല്ലാവരും കാണിക്കണം. അതാണ് ഇവിടെ ജീവിക്കാനുള്ള ഏറ്റവും വലിയ ഒരു ഉപാധി എന്ന് തന്നെ ഞങ്ങൾ പറയുന്നു. അത് മാത്രമല്ല, ഇവിടെ എത്തിക്കഴിഞ്ഞാൽ ഇവരൊക്കെ തന്നെ വീഡിയോ സൃഷ്ടാക്കളാണ്. ഇൻസ്റ്റ അല്ലെങ്കിൽ റീൽസ്, വ്ളോഗ് ഇവകൾ ഉണ്ടാക്കി സോഷ്യൽ മീഡിയ തന്നെ കുളമാക്കിയിരിക്കുകയാണ്. അതിന്റെ കാര്യം പറയുമ്പോൾ ഇത് ചിന്തിക്കേണ്ട ഒരു വലിയ സ്വയം തിരുത്തലുകളാണ്. ഒരു ആത്മ പരിശോധനയായിട്ട് കൂട്ടിയാൽ മതി. യൂറോപ്പിലെ കഠിനമായ അല്ലെ ജർമ്മനിയിലെ കഠിനമായ വ്യവസ്ഥിതികളെ കുറ്റപ്പെടുത്തുന്നതിനൊപ്പം നമ്മുടെ പുതിയ തലമുറ അല്ലെങ്കിൽ പുതിയ തലമുറയും മാതാപിതാക്കളും കാണാതെ പോകുന്ന ചില യാഥാർത്ഥ്യങ്ങളുണ്ട്. റീൽസ് ജീവിതവും പൊങ്ങച്ചവും. ഇത് പറയുമ്പോൾ വീണ്ടും ഞാൻ ഒന്നുകൂടി പറയുകയാണ്, വെറുതെ കമന്റ് ഇടാൻ വരരുത്. ജർമ്മനിയിൽ എത്തിയാലുടൻ പണവും ആഡംബര ജീവിതവും സോഷ്യൽ മീഡിയയിലൂടെ കാണിച്ച് റീൽസിലും വ്ളോഗിലും അതിലൂടെ കോടികൾ വാരാമെന്നുള്ള ഒരു താല്പര്യവും ഇത്തരക്കാർ മുഴുകുന്ന പ്രവണത പഠനത്തെയും ജോലിയോടുള്ള ആത്മാർത്ഥതയും ബാധിക്കുമെന്ന് തന്നെയാണ് ഞങ്ങൾ പറയുന്നത്. ഇടുന്നതുകൊണ്ട് ദോഷമൊന്നുമില്ല. ഇവിടുത്തെ കാര്യങ്ങൾ കൃത്യമായി മനസ്സിലാക്കിയിട്ട് പറയുക. അല്ലെങ്കിൽ ഇവിടെ എത്തിയിട്ടും ജർമ്മൻകാരെ മാനിക്കാതെ മദാമയെന്നും സായിപ്പും എന്നൊക്കെ പറഞ്ഞ് വീഡിയോ ഇടുന്ന കുറെ കൈകളുണ്ട്. ഇവർക്കൊക്കെ ഇവിടെ എത്തിയിട്ട് ആ കൾച്ചർ മനസ്സിലാക്കാൻ സാധിച്ചിട്ടില്ല എന്നാണ് ഇപ്പൊ നാട്ടിൽ നിന്ന് നമ്മൾ പറയുന്നു മദാമ അല്ലെ സായിപ്പ്. പക്ഷെ ജർമ്മനിയിൽ എത്തിയിട്ടും ജർമ്മൻകാരെന്നുള്ള വാക്ക് ഉപയോഗിക്കാതെ മദാമ്മമാർ, സായിപ്പുമാർ ഇങ്ങനെയൊക്കെയാണ് വിളിച്ചു പറയുന്നത്. പ്രത്യേകിച്ച് അവരുടെ ജർമ്മൻകാരുടെ കനിവ് കൊണ്ടാണ് വീസ കിട്ടുന്നത്, ഇവിടെ ജോലി ചെയ്യാനുള്ള അവസരം ലഭിച്ചത്. അതൊന്നും മനസ്സിലാക്കാതെ വെറുതെ സായിപ്പുമാർ, മദാമ്മമാർ അവരെ മനുഷ്യരായി പോലും കാണാതെ ജർമ്മൻകാരെന്ന് പറഞ്ഞാൽ എന്താ കുഴപ്പം? അപ്പൊ ഇത്തരക്കാരുടെ വീഡിയോ ഒക്കെ കണ്ടിട്ടാണ് പലരും കയറി വരുന്നത്. അത് ഇവിടെ താമസിക്കുന്ന ഒരാളെന്ന നിലയിൽ നമുക്കത് ഉൾക്കൊള്ളാൻ പറ്റില്ല. അതുപോലെ തന്നെ പ്രൊഫഷണലിസം, അതിന്റെ ശുചിത്വം, യൂറോപ്യൻ തൊഴിലിടങ്ങൾ അല്ലെ ജർമ്മനിയിലെ തൊഴിലിടങ്ങൾ ആവശ്യപ്പെടുന്ന കൃത്യനിഷ്ഠ, ശുചിത്വം, സഹപ്രവർത്തകരോടുള്ള ബഹുമാനം എന്നിവയിൽ പല തുടക്കക്കാരും പരാജയപ്പെടുന്നുണ്ട്. ആദ്യ ശമ്പളം കിട്ടുമ്പോഴും പഠിക്കാനും പണിയെടുക്കാനുമുള്ള
താല്പര്യം നഷ്ടപ്പെടുന്നതും അപകടകരമാണ്. അതുകൊണ്ട് തന്നെ മാതാപിതാക്കൾ അറിയാൻ ഞങ്ങൾ ഒരിക്കൽ കൂടി പറയുന്നു, നിങ്ങളുടെ മക്കളെ ജർമ്മനിയിലേക്ക് അയക്കുന്നതോടെ ഉത്തരവാദിത്വം തീർന്നു എന്ന് കരുതരുത്. സോഷ്യൽ മീഡിയയിലെ ചിരിക്കുന്ന മുഖങ്ങൾക്കപ്പുറം അവർ ഇവിടെ അനുഭവിക്കുന്ന കടുത്ത ഏകാന്തതയും അധ്വാന ഭാരവും മനസ്സിലാക്കാൻ ദിവസവും അവരോട് തുറന്ന് സംസാരിക്കാൻ നിങ്ങളും കൂടി തയ്യാറാകണം. ഇവർക്കൊരു സപ്പോർട്ട് നാട്ടിൽ നിന്ന് നൽകണം. അത് തന്നെയാണ് ഞങ്ങൾ എപ്പോഴും പറയാറുള്ളത്. ഇനി ഈ പ്രതിസന്ധികളൊക്കെ മറികടക്കാൻ സ്വയം തീരുമാനമെടുക്കുകയും വേണം. അതുകൊണ്ട് വിദേശ പഠനവും അല്ലെ ജർമ്മനിയിലെ ഹൗസ് ബിൽഡിങ്ങും ജോലിയും സോഷ്യൽ മീഡിയയിലെ ചിത്രങ്ങൾ പോലെ സുന്ദരമല്ലെന്നും കഠിനാധ്വാനവും കൃത്യമായ ആസൂത്രണവും മാനസിക പക്വതയും ഉണ്ടെങ്കിൽ മാത്രമേ ജർമ്മനിയിൽ വിജയിക്കാനാകൂ എന്ന യാഥാർത്ഥ്യം നിങ്ങൾ ഓരോരുത്തരും തിരിച്ചറിയണം എന്നുള്ള ഒരു കാര്യം കൂടി ഞങ്ങൾ വ്യക്തമാക്കിക്കൊണ്ട് ഈ എക്സ്ക്ലൂസീവ് ഇവിടെ പൂർണ്ണമാവുകയാണ്. നിങ്ങൾ നൽകി വരുന്ന എല്ലാവിധ പിന്തുണയ്ക്ക് ഞങ്ങൾ ഹൃദയപൂർവ്വം നന്ദി അർപ്പിക്കുന്നു. അതോടൊപ്പം ഞങ്ങളുടെ തിരുവോണ ആൽബം ശ്രാവണപ്പുലരി എന്ന മനോഹരമായ ഗാനവും അതിന്റെ ആവിഷ്കാരവും ആസ്വദിക്കാൻ കുമ്പിൾ ക്രിയേഷൻസ് യൂട്യൂബ് ചാനൽ സന്ദർശിക്കുക. നന്ദി, നമസ്കാരം.